തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമെന്ന് കെ അണ്ണാമലൈ. ഒറ്റക്കെട്ടായി പുതിയ നേതാവിനെ കണ്ടെത്തും. ഡി.എം.കെ ബി.ജെ.പി. സഖ്യം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സ്ഥാനമൊഴിയൽ. കെ.പി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്തായാലും അണ്ണാമലൈ മാറുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. സഖ്യ ചർച്ചകൾ മുന്നിലേക്ക് പോകുന്നു. മാറുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഒരു കൗതുകം, പക്ഷെ മാറിയിരിക്കുന്നു. അണ്ണാമലയുടെ ഭാവി എങ്ങനെയായിരിക്കും? ഇനി കേന്ദ്രത്തിലോട്ടാണോ? തീർച്ചയായിട്ടും അണ്ണാമലയെ കൈയൊഴിയില്ല ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള സ്ഥാനം നൽകും എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് അണ്ണാമലൈ തന്നെ കോയമ്പത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, പുതിയ നേതാവിനെ ഒറ്റക്കെട്ടായി തന്നെ കണ്ടെത്തും എന്നുള്ള ഒരു കാര്യം പറയുന്നു. അതിന് നിരവധി നേതാക്കൾ, അതിന് അനുയോജ്യരായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട്. അവരിൽ നിന്ന് ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കും എന്നാണ് പറയുന്നത്. നേരത്തെ 2021 ജൂലൈയിലാണ് കെ അണ്ണാമലൈ തമിഴ്നാട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാവുന്നത്. അതിനുശേഷം പാർട്ടിയെ മുഖ്യ പ്രതിപക്ഷം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാക്കുന്നതിൽ ഈ അണ്ണാമലയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഡി.എം.കെ സർക്കാരിനെതിരെ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും പദയാത്ര നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനം കൂട്ടാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പടിയിറങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡി.എം.കെ വീണ്ടും എൻ.ഡി.എ മുന്നണിയോട് അടുക്കുന്നു. ഇത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ജയലളിതയ്ക്കെതിരെ അണ്ണാമലൈ നടത്തിയ ഒരു പരാമർശമാണ് ഡി.എം.കെയും അതുപോലെ തന്നെ ബി.ജെ.പിയും തമ്മിലുള്ള വഷളാക്കിയത്. ഏതായാലും അണ്ണാമലൈ മാറുന്നതോടുകൂടി തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഡി.എം.കെയുടെ എതിർപ്പിന് ചെറിയ വ്യത്യാസം വരും. അങ്ങനെ സഖ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സാധ്യമാകും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഏതായാലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിലേക്ക് കെ അണ്ണാമലൈ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിലേതായാലും പുതിയ അധ്യക്ഷൻ ആര് എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്.